രാജകുമാരിക്ക് സഞ്ചരിക്കാൻ കുതിരകളെ പൂട്ടിയ തേരുകൾ തന്നെ ഞാൻ വാങ്ങിവെച്ചു. ആനയും അമ്പാരി എല്ലാം കരുതി വെച്ചു. എന്നിട്ട് വീണ്ടും ഒരു പിഞ്ചോമിനെ തരാൻ നിൽക്കാതെ അവള് പോയി കളഞ്ഞു. എന്നെ ഭയന്നിട്ട് അവള് ജീവൻ ഒടുക്കിയത്. മഹാപാപിയാ ഞാൻ. എന്റെ സങ്കടം പറയാൻ എനിക്കാരുമില്ല. എന്റെ സങ്കടങ്ങൾ കേൾക്കാൻ അവള് വേണം. വർഷ വേണം. മോളെ, വർഷമോളെ കുറിച്ച് എന്തെങ്കിലും? ഇല്ലമ്മേ. മോള് വിഷമിക്കണ്ട. വർഷയ്ക്കൊന്നും പറ്റില്ല. അവള് തിരിച്ചു വരും. അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താ മോളെ ഇത്? നീ ഇങ്ങനെ സങ്കടപ്പെട്ട ദിയമോൾക്ക് വിഷമാവില്ലേ? ദിയമോളെ സങ്കടപ്പെടുത്താതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വം കൂടെയല്ലേ? ദിയമോളെ അനാഥയാക്കിയത് ഞാനാ. ദിയമോളുടെ അച്ഛൻ രാജീവ് മേനോനെ കൊന്നത് ഞാനാണെന്ന സത്യം എനിക്ക് വന്ദനോട് തുറന്നു പറയാൻ കഴിഞ്ഞില്ലല്ലോ. നീ എന്താ ആലോചിക്കുന്നത്? അത് ഞാൻ സത്യം പറയാൻ. സത്യം പറഞ്ഞാ നിനക്കും വേദന ഉണ്ടാക്കുന്നതാണ് നടന്നതെന്നറിയാം. കാണാതെ പോയ വന്ദനയുടെ അനിയത്തി നിന്റെ അനിയത്തിയാണല്ലോ. അതല്ല. അറിയാം. അവളെ കണ്ടുപിടിക്കേണ്ട ചുമല നിനക്കും കൂടി ഉള്ളതാണല്ലോ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മോള് വാ, എന്തെങ്കിലും കഴിക്കാം. ഗുരുത്തിയെ കാണാതെ പോയത് വീട്ടിൽ നിന്നൊന്നും അല്ലല്ലോ, സർക്കിട്ട് പോയപ്പോഴല്ലേ. കാലണക്ക് ഗതിയില്ലെങ്കിൽ എന്താ? യോ, ചുറ്റിക്കറക്കത്തിന് കുറവൊന്നുമില്ല. നാത്തൂനെ, വന്ദന വർഷം കാണാതായതിൽ ആകെ തളർന്നു നിൽക്കുക. അതിനിടയിലൊരു അയ്യോ, അങ്ങനെ തളർന്നു പോകാൻ അവള് ചത്തിട്ടൊന്നുമില്ല. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുമില്ല. അതേടി, വർഷ ഇവളുടെ അനിയത്തിയല്ലേ. അവൾ അത്ര പെട്ടെന്നൊന്നും ചാവില്ല. അല്ല, ഉല്ലാസത്തിന് പോയ സ്ഥലത്ത് പഴയ വല്ല രഹസ്യക്കാരനോടും വരാൻ പറഞ്ഞു കാണും. എന്നിട്ട് താലി കെട്ടിയവനെ കളഞ്ഞിട്ട് അവന്റെ കൂടെ ഒളിച്ചോടി പോയതായിരിക്കും. ഒന്ന് നിർത്തുന്നുണ്ടോ? ഇല്ല, അത് തുറന്നു പറയാൻ കഴിയാത്ത വീർപ്പ് മുട്ടല്ല ഞാൻ. വന്ദനയുടെയും ദീമോളുടെയും മുമ്പിൽ ഒരു മാതൃകാ ഗൃഹനാഥന്റെ മുഖംമൂടി അണിഞ്ഞ് ആടിക്കൊണ്ടിരിക്കുക ഞാൻ. അച്ഛൻ ഏതോ ദൂരയാത്ര പോയിരിക്കുക. തിരിച്ചു വരുമെന്ന് ദീമോട് പറയുമ്പോ ചങ്ക് പൊടിയുന്ന അനുഭവമായിരിക്കും. ഒരു പിഞ്ചു മനസ്സിനെ ചതിക്കുന്നത് മഹാപാവമല്ല അച്ഛൻ. ചതിച്ചു വഞ്ചിക്കുകയല്ല, നീ അവളെ പട്ടിണി അറിയിക്കാതെ ഒരു രാജകുമാരിയെ പോലെ പോറ്റി വളർത്തുക ചെയ്യുന്നത്.
അതിന് ചിലപ്പോ ചില കള്ളങ്ങളും അഭിനയവും ഒക്കെ വേണ്ടി വന്നേക്കും. നീ പോലീസുകാരെ ഓട്ടം പിടിപ്പിക്കല്ലേടാ? നീ ആളുകളെ വണ്ടി ഇടിച്ചു കൊല്ലോ അല്ലേടാ? നടക്കണം ചോട്ട്. വിക്രം, എന്താ മോനെ? മോളെവിടെ? എന്താ മോനെ? എന്താ പറ്റിയേ? വിക്രം, എന്താ എല്ലാവരും ഇവിടെ വന്ന് നിൽക്കുന്നേ? വർഷ എവിടെ? വിക്രമിനോട് വർഷ എവിടെയെന്നാ ചോദിച്ചത്. താഴേക്ക് വീണു.